ബട്ടർ കുക്കീസ് ഞാൻ ഉണ്ടാക്കിയത് ബീറ്ററും അവനൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കേക്കിന് വേണ്ടി നമ്മൾ ഇൻഗ്രീഡിയൻസ് എടുക്കുന്ന പോലെ ഇതിനെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതുപോലെ നമ്മൾ എടുക്കുന്ന ബൗളും സ്പൂണും എല്ലാം നല്ല നീറ്റ് ആയിരിക്കണം. വാട്ടർ കണ്ടന്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് വിസ്ക് യൂസ് ചെയ്ത് പയ്യെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഏകദേശം 1 മിനിറ്റ് വിസ്ക് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം പൊടിച്ച പഞ്ചസാര 50 ഗ്രാം ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. 50 ഗ്രാം എന്ന് പറയുമ്പോൾ 1/4 കപ്പും പ്ലസ് 2 ടേബിൾ സ്പൂണും. ഓൾറെഡി ബേക്കിങ്ങിന് വേണ്ടി പഞ്ചസാരയൊക്കെ പൊടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അത് ജസ്റ്റ് ഇങ്ങനെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പൊടിച്ച പഞ്ചസാര ഒന്നും കൂടി ഒന്ന് മിക്സിയിലിട്ട് കറക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. പഞ്ചസാര ഇട്ട് ഏകദേശം 2 മിനിറ്റ് ഇളക്കുമ്പം അത് നന്നായിട്ട് മിക്സ് ആയി വരും. അതിനുശേഷം 120 ഗ്രാം മൈദ, അതായത് 1 കപ്പ് മൈദയും 1 പിഞ്ച് സോൾട്ടും ആഡ് ചെയ്യും. ഇനി നമുക്ക് വിസ്ക് യൂസ് ചെയ്യണമെന്നില്ല, നമ്മുടെ കൈ വെച്ചിട്ടാണെങ്കിലും പയ്യെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ബട്ടറും മൈദ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്ത് നമുക്ക് ഉരുളയാക്കാം. ഈ ഒരു ടൈമിൽ നമ്മുടെ ഓവൻ സെറ്റപ്പ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് ആണ് പ്രീഹീറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ബിരിയാണി പോട്ടാണ്. ചെറിയ ഉരുളയാക്കിയതിന് ശേഷം നമുക്ക് കൈ വെച്ച് തന്നെ വേണമെങ്കിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് പയ്യെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ റിലീസ് ചെയ്ത് വിടുമ്പോൾ ആ ഒരു ഫോർക്കിന്റെ ആ ഒരു ഡിസൈൻ അതിൽ വരും. ഇത് ജസ്റ്റ് നമുക്ക് കുക്കീസ് കാണാനുള്ള ഒരു ഭംഗിക്കാണ്. എന്നിട്ട് ഒരു പ്ലേറ്റോ പാനോ എന്തെങ്കിലും എടുത്ത് അതിൽ ജസ്റ്റ് ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ചാൽ മതി. പാനിലോ ബട്ടർ പേപ്പറിലോ ഒന്നും ഞാൻ ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. നമ്മുടെ കുക്കീസ് ബേക്ക് ആവുന്ന ടൈമിൽ കുറച്ചും കൂടെ സൈസായി വരുന്നത്. അപ്പം അത് വെക്കുമ്പം കുറച്ച് സ്പേസ് ഇട്ട് വേണം വെക്കാനേ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവൻ സെറ്റപ്പിൽ 20 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ കുക്കീസ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ബേക്ക് ആക്കി ഇറക്കുന്ന പുറകെ അത്ര ഹാർഡായിരിക്കില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അതെടുക്കാൻ. അപ്പം നല്ല ഹാർഡായിട്ട് ഇരിപ്പുണ്ടാവും. ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ 2 തൊട്ട് 3 ആഴ്ച വരെ കേടുകൂടാതിരിക്കുവേ. അപ്പം ഈ ബട്ടർ കുക്കീസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്തു. അതല്ല വേറെ ആരെങ്കിലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി തരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ഈ റെസിപ്പി ഷെയർ ചെയ്തോളൂ. ഇനി നമ്മുടെ കുക്കീസ് ഒക്കെ ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ എവിടെയെങ്കിലും നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ടാറ്റാ.